ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ വൈകിട്ട് ആരംഭിക്കും. ഡ്രഡ്ജറിൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന നടപടി ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ഷിരൂരിലെത്തും. ഇതോടെ ഡ്രഡ്ജർ ദൗത്യ മേഖലയിലേക്ക് നീക്കും. അർജുന്റെ സഹോദരി അഞ്ജു ഷിരൂരിലേക്ക് വൈകിട്ട് പുറപ്പെടുന്നുമുണ്ട്. അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, അങ്ങനെ ഡ്രഡ്ജറിലേക്ക് ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കളക്ടർ എത്തുക, അതിന് ഔദ്യോഗികമായി അനുമതി നൽകുക, ഡ്രഡ്ജർ അപ്പോഴത്തേക്ക് തന്നെ ഈ ദൗത്യ മേഖലയിലേക്ക് നീക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയുള്ള ഓപ്പറേഷൻസ് എന്താണ്? നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? പ്രജിന, ഇപ്പോഴും ഈ ഡ്രഡ്ജർ ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഷിരൂരിലെ ആ സ്പോട്ടിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ ഇപ്പുറമാണ് ഉള്ളത്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ ഉപകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ഘടിപ്പിച്ച് അതിന്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ കാർവാർ MLA അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ഡ്രഡ്ജർ അതിലേക്ക് ഉപകരണങ്ങളൊക്കെ എല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. അരുൺ, തുടരാം. പ്രജിൻ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഉപകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജില്ലാ കളക്ടർ സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം അവർക്ക് ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകണം. അതിനുശേഷമായിരിക്കും ഇവിടുന്ന് ഏകദേശം 500. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഉത്തര കന്നഡ കളക്ടർ അവിടെ എത്തി അതിന് ദൗത്യത്തിന് ഔദ്യോഗികമായി അനുമതി നൽകുന്നതോടുകൂടി ദൗത്യം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.